ഇനി എത്ര വേണം? അതായത് ഇത് എർത്ത് റോഡാണ്. ഈ റോഡിന്റെ വണ്ണം 20 mm വേണം എന്നാണ്. കാരണം അത് മാക്സിമം ലോഡ് കറണ്ട് അനുസരിച്ചിട്ട് ഡ്രെയിൻ ചെയ്തു വരാവുന്ന എല്ലാം കൂടി ഒരുമിച്ച് ഇറങ്ങിപ്പോകും. കാരണം എന്താണ്, എർത്തിലേക്ക് എത്രയും പെട്ടെന്ന് പോകണം. എർത്ത് വഴി ട്രാൻസ്ഫോമറിൽ എത്താന്നാണ് അവരുടെ. അപ്പൊ ആ സോഴ്സിൽ എന്തോരം ഉണ്ടോ അത്രയും ഇറങ്ങിപ്പോകും. ജനറേറ്റർ ആണെങ്കിലോ ടോട്ടൽ ജനറേറ്ററിന്റെ കപ്പാസിറ്റി എത്രയാണോ അത്രയും ഇലക്ട്രോണുകൾ ഫുൾ ലോഡ് കറണ്ട് ഡിവൈഡഡ് ബൈ ഇംപെഡൻസ് പെർസെന്റേജ് ഇൻടു 100 അത്രയും ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് ഷോർട്ട് ആയി കഴിഞ്ഞാൽ ഇറങ്ങി പോകാനുള്ള കപ്പാസിറ്റി ആർക്ക് വേണം? ഇതിന് വേണം. ഈ ചെറുങ്ങനെയുള്ള ഈ സാധനത്തിൽ കൂടി എല്ലാവർക്കും ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ അല്ലേ, ഈ നമ്മുടെ പാലിയേക്കര ടോളിന്റെ അടുത്തേക്കാളും കഷ്ടടിക്കുന്നു. എത്ര മണിക്കൂർ എടുക്കും? അപ്പൊ ഈ ഇലക്ട്രോണുകളൊക്കെ ഇതിന് ചുറ്റും സിയർ ആയിട്ട് ഇങ്ങനെ കറങ്ങിയെടുക്കും. ആരെങ്കിലും അതിലേക്ക് പോവുകയാണെങ്കിൽ ഒരു കാലിൽ നിന്ന് മറ്റൊരു കാലിലേക്കൊക്കെ ഇറങ്ങിപ്പോയി ടെപ്പ് പൊട്ടൻഷ്യൽ ഉണ്ടാവും. ആ ടെപ്പ് പൊട്ടൻഷ്യൽ മറിഞ്ഞു വീഴും, അപകടം ഉണ്ടാവും. അല്ലാണ്ട് കുറെ അപകടങ്ങൾ ഉണ്ടാക്കാം. തൊട്ട് നിൽക്കുന്ന തേപ്പോട്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ അടുത്ത് തിരിക്കേക്ക് വന്നല്ല. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ എർത്ത് ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ELCB ട്രിപ്പാക്കും, ഒരു സെക്കൻഡിനകത്ത് ട്രിപ്പാക്കും എന്നുള്ള ഉറപ്പിലാണ് ഈ മറ്റവരൊക്കെ അർമാദിച്ചങ്ങനെ നിക്കണം. സെക്കൻഡില് ഓഫാക്കി തരും. അപ്പൊ ELCBയോട് MCB ചോദിക്കും ഓഫാക്കി, അതിനെങ്ങനെ ഓഫാക്കാനാ? ഷോർട്ട് ചെയ്ത് വെച്ചേക്കല്ലേ. അതിന് നമ്മൾ ഒരു വീട്ടിൽ ഞാൻ പോയപ്പോ കണ്ടാണ് ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിലൊരു മീറ്റർ കഴിഞ്ഞ് വന്നോടത്തൊരു ഐസൊലേറ്റർ കഴിഞ്ഞിട്ടൊരു ELCB കഴിഞ്ഞിട്ട് കുറച്ചങ്ങ് മാറി ഒരു ഐസൊലേറ്റർ വേറെ ഇരിക്കുന്നു. അതെന്താന്ന് ചോദിച്ചു വീട്ടുകാരോട് ചോദിച്ചപ്പോ വീട്ടുകാരൻ പറയണേ, അത് വയർമാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന ELCB എങ്ങാൻ ഓഫ് ആയാൽ കറണ്ടൊക്കെ മൊത്തം പോകൂലേ, ഞങ്ങള് വിളിച്ചാൽ എത്താൻ ഇത്തിരി സമയം എടുക്കൂലേ, നിങ്ങൾക്ക് അപ്പൊ കറണ്ട് പെട്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ELCB തൊടരുത്, പകരം ഈ വെച്ചേക്കുന്ന പുതിയ സാധനം ഉണ്ടല്ലോ, ഇത് ഐസൊലേറ്റർ ആണ്, അത് വിളിച്ചങ്ങോട്ട് ഓൺ ചെയ്താൽ മതി. അപ്പൊ അത് കണ്ടപ്പോ ഞാൻ നോക്കുമ്പോ അതിന്റെ മുകളിൽ നിന്നൊരു വയറെടുത്ത് ELCBയുടെ ഇന്നി കൊടുത്തേക്കണ്, താരേന്നൊരു വയറെടുത്ത് ELCBയുടെ ഔട്ടി കൊടുത്തേക്കണ്. ഇവിടെ മനസ്സിലായത് എന്താണത്? ബൈപ്പാസ് ചെയ്ത് വെച്ചേക്കും. അങ്ങനെ ബൈപ്പാസ് ചെയ്ത് വെച്ച കൊടുത്ത് കറണ്ട് എന്ത് ചെയ്യും? നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒഴുകിക്കഴിഞ്ഞാൽ ഇപ്പൊ 20 mm അല്ലെ എത്ര റോഡായിരിക്കണം, ആ റോഡിന് കോപ്പർ പൊതിഞ്ഞിരിക്കണം. എന്തിനാണത്? തുരുമ്പെടുക്കാതിരിക്കാനായിട്ട്. അത് മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടാവണം. അത് ഇറക്കി വെക്കുമ്പോ 2.5 മീറ്റർ താഴ്ചയിൽ തന്നെ എത്തണം. അങ്ങനെ താഴ്ചയിൽ എത്തുമ്പോ ഈ കറണ്ട് ഇറങ്ങി പോണ സമയത്ത് ഓരോ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തും ഒരു ഡിലേ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അത്രയ്ക്കും സ്ട്രോങ് ആയിരിക്കണം ഇവരുടെ ബന്ധനം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധനം എത്ര ശക്തമായിരിക്കുമോ അത്രയും ശക്തമായിരിക്കും കുടുംബത്തിന്റെ മക്കളുടെ ഭാവി. ഈ കണ്ട വസ്തുവകളെല്ലാം നമ്മുടേതല്ല. ഇതെല്ലാം ആരുടെയാണ്? നാം മറ്റുള്ളവരിൽ നിന്ന്, വരാൻ പോകുന്ന തലമുറയിൽ നിന്ന് കടമെടുത്താണ്. അവർക്കും കൂടി ഉള്ളതാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അല്ലേ. ഇന്നലെ വരെ അനുഭവിച്ചതെല്ലാം, ഈ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നാളത്തെ തലമുറയുടെ കൂടിയാണ്. അപ്പൊ നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുത്തതിന് ശേഷം ബാക്കി അടുത്ത തലമുറക്ക് കൊടുക്കേണ്ടതാണ്. അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം സുരക്ഷിതത്തോടെ ചെയ്യണം.